എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പാർലമെൻറ്റിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്നത്. അതിലൊന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കുറേ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ പലതും തെറ്റാണ് എന്ന് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്ററായിട്ടുള്ള പീയൂഷ് ഗോയൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ സർക്കാർ പറയണം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. എന്തായാലും മാർച്ചിലോ മറ്റോ മാത്രമേ ഈ ഒരു ഡീൽ അത് സൈൻ ചെയ്യുന്ന രീതിയിലേക്ക് വരികയുള്ളൂ എന്നാണ് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിൻ്റെ വിശദവിവരങ്ങൾ പറയുന്നതിന് ഇനിയും അവരുടെ കയ്യിൽ സാവകാശമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അത് നമ്മുടെ ആർമി ചീഫായിരുന്ന ജനറൽ എം നരവനെയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗത്തിനെ അടർത്തിയെടുത്ത് അതിനെക്കുറിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ പാർലമെൻറ്റിൽ ഉയർത്തുന്നത്. അതിന് ഭരണപക്ഷം അതിന് പൂർണ്ണമായിട്ടുള്ള അവതരണാനുമതി നൽകുന്നില്ല, സ്പീക്കർ അതിനോട് സഹകരിക്കുന്നില്ല തുടങ്ങി പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് വലിയ ബഹളമാണ് നമ്മുടെ പാർലമെൻറ്റിൽ നടക്കുന്നത്. എന്താണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, എന്താണ് അതിൻ്റെ നിജസ്ഥിതി, അദ്ദേഹം പറയുന്ന തരത്തിലുള്ള ഒരാശങ്ക അതിലുണ്ടാകേണ്ടതുണ്ടോ, നമ്മുടെ സർക്കാർ ചൈനയ്ക്കെതിരെ ഒരു സൈനിക നടപടി സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യം കാണിച്ചിട്ടുണ്ടോ, നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ സംഘർഷം നിലനിന്നിരുന്ന കാലഘട്ടം ഏതാണ് എന്നതിനെക്കുറിച്ചാണ്. 2020 ഗാൽവൻ വാലിയിൽ ഉൾപ്പെടെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിശക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഓഫിലേക്ക് എത്തുന്നത്. രണ്ട് ഭാഗത്തു നിന്നും ആയുധങ്ങൾ ഉപയോഗിക്കാതെ മറ്റ് കായികമായിട്ടുള്ള പല തരത്തിലുള്ള പോരാട്ടവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. ഇരു സ്ഥലത്തും ആൾക്കാരുടെ മരണമുണ്ടാകുന്നു. അതിനെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെയാണ് പുറത്തു വന്നത്. ചൈനയിൽ നിന്ന് ആർക്കും ആളപായം ഉണ്ടായിട്ടില്ല എന്നൊക്കെയായിരുന്നു ആദ്യത്തെ നറേറ്റീവെങ്കിൽ ചൈനയ്ക്ക് കാര്യമായിട്ടുള്ള ആൾനാശം ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സ്റ്റാൻഡ് ഓഫിലാകുന്ന വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു പീരീഡ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. ആ സമയത്ത് ചൈന ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അവരുടെ യുദ്ധസന്നാഹങ്ങളെല്ലാം തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു നീക്കമുണ്ടാകുന്നു. ആ നീക്കത്തിനെക്കുറിച്ച് ആർമി ചീഫ് എം നരവനെ അദ്ദേഹം നമ്മുടെ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർമി ചീഫ് ജനറൽ എം നരവനയുടെ ഈ പുസ്തകം റിലീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്കറിയുകയുമില്ല. എന്തായാലും അതിൻ്റെ ഒരു കോപ്പിയൊക്കെ കൊണ്ടുവന്നാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. എന്തായാലും അൺവെരിഫൈഡ് ആയിട്ടുള്ള നമുക്ക് വായിച്ച് എല്ലാവർക്കും ബോധ്യമാകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളല്ല അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഒരു ന്യൂനതയാണ്. കാരണം മറ്റുള്ള ആൾക്കാർക്ക് അത് വായിക്കാനുള്ള ഒരു അവസരമില്ല. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ കോണ്ടെക്സ്റ്റിലാണോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്നൊന്നും അറിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് നിലവിൽ പബ്ലിക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല, അത് ക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. നമ്മുടെ ആർമി ചീഫായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സൈനിക സേവന കാലത്തിലുണ്ടായിരുന്ന ചില വിവരങ്ങളെക്കുറിച്ച് പുറത്തു പറയുമ്പോൾ അതിൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെല്ലാം തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ക്ലിയറൻസ് കിട്ടണം എന്നുള്ള ഒരു കടമ്പയുണ്ട്. ആ ഒരു ക്ലിയറൻസ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ സമീപഭാവിയിൽ ആ പുസ്തകം പുറത്തു വരുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പോലും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള കോംപ്രമൈസും അത് ചെയ്യുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ് സാമാന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ ശ്രീ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അന്ന് നരവനെ ഈ പ്രതിരോധ മന്ത്രി അടക്കമുള്ള സർക്കാരിലെ ഉയർന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിനുശേഷം സർക്കാരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന മറുപടി നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യുക, നിങ്ങൾ തീരുമാനമെടുക്കുക എന്ന മട്ടിലാണ് എന്നാണ്. അതായത് ഒരു ഓപ്പറേഷണൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല, രാജ്യം സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു തീരുമാനമെടുത്തില്ല, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ രാജ്യം എടുക്കേണ്ടതായിരുന്നു, അതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു നടപടി സ്വീകരിക്കേണ്ടതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്വവും, ധാർമ്മികവും രാഷ്ട്രീയവും ജിയോ പൊളിറ്റിക്കലും ഒക്കെ ആയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും തൻ്റെ ചുമലിലേക്ക് സർക്കാർ വെച്ച് കെട്ടി എന്നുള്ള ഒരു ആരോപണമായിട്ടാണ് നരവനെ ഇതിൽ പറയുന്നത് എന്ന രീതിയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി അതിനെ വ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണ് എന്ന് അസ്യൂം ചെയ്താൽ തന്നെ അതിൽ വലിയൊരു പ്രശ്നമുണ്ട് എന്ന നിലയ്ക്കാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്.
സത്യത്തിൽ അതിലെന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം സൈന്യത്തിനോട് നിങ്ങൾക്ക് ഉചിതമായ കാര്യം തീരുമാനിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു അഡ്വൈസ് ഒരു സർക്കാർ കൊടുക്കുന്നതിനെ നമ്മൾ പൊതുവിൽ പറയുന്നത് ഫ്രീ ഹാൻഡ് നൽകുക എന്നാണ്. അതൊരിക്കലും രാഷ്ട്രീയമോ ധാർമ്മികമോ ജിയോ പൊളിറ്റിക്കലോ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് തിരിഞ്ഞ് നടക്കുക എന്നുള്ളതല്ല. മറിച്ച് സൈന്യത്തിനെ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവും നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ഒരു ഫ്രീ ഹാൻഡ് നൽകലാണ്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ സൈന്യം പിന്നീട് നടത്തുന്ന എല്ലാ തീരുമാനങ്ങളും സൈന്യത്തിൻ്റേത് മാത്രമല്ല, മറിച്ച് സർക്കാരിൻ്റേത് കൂടിയാണ്. കാരണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൈം മിനിസ്റ്റർ തന്നെ ആർമി ചീഫിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ ഒരു സൈനിക നടപടി സ്വീകരിക്കാനായിട്ട് സൈന്യം തയ്യാറായിട്ടുണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. അതല്ലാതെ ഒരിക്കലും അതിൻ്റെ രാഷ്ട്രീയമോ ധാർമ്മികമോ ഒക്കെ ആയിട്ടുള്ള ഉത്തരവാദിത്തം ആർമി ചീഫിന് മാത്രമായിട്ട് വരില്ല എന്നുള്ളതാണ് പ്രധാനം. ഇത് ജനറൽ നരവനയ്ക്ക് അറിയാത്തതാണോ, അതോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെ രാഹുൽ ഗാന്ധി തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണോ, ഇതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിന്നീട് എന്ത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം സ്ട്രാറ്റജിക് ആയിട്ടാണെങ്കിലും അതിൻ്റെ ഓപ്പറേഷണലായിട്ടാണെങ്കിലും എല്ലാം പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. അന്ന് നമ്മുടെ സൈന്യത്തിനോട് ഇങ്ങനെ ഉചിതമായ തീരുമാനമെടുക്കാൻ പറയുന്നു. അവർ ഇഷ്ടപ്പെട്ട ഒരു തീരുമാനം എന്ന നിലയ്ക്ക് ഒരു സൈനിക നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൽ സക്സസ്സോ ഫെയിലിയറോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സപ്പോസ് അത് ഫെയിലിയർ ആയി എന്ന് തന്നെ നമ്മൾ കരുതുക. അങ്ങനെ അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാർ ഉടനെ എന്തു പറയും എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. ഉടനെ തന്നെ ഞങ്ങളുടെ ഡയറക്ഷൻ ഇല്ലാതെ, ഓപ്പറേഷണൽ ഗൈഡൻസ് ഒന്നും ഇല്ലാതെയാണ് സൈന്യം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോയത്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നൊക്കെ ഏതെങ്കിലും ഒരു സർക്കാരിന് പറയാനായിട്ട് കഴിയുമോ? തീർച്ചയായിട്ടുമില്ല. ജയമാണെങ്കിലും പരാജയമാണെങ്കിലും സ്റ്റാൻഡ് ഓഫ് ആണെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം സർക്കാരിൽ നിക്ഷിപ്തമാണ്. കാരണം അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ജനാധിപത്യ ഭരണക്രമം. അതുകൊണ്ട് തന്നെ ശ്രീ രാഹുൽ ഗാന്ധി നരവനയുടെ ഈ വാക്കുകളെ കോട്ട് ചെയ്തുകൊണ്ട് ശരിയായ രീതിയിലാണോ അത് വ്യാഖ്യാനിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പില്ല. ഒരു കാര്യം. രണ്ട്, ശ്രീ നരവനെ അത് കൃത്യമായിട്ട് തന്നെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, അത് തനിക്ക് സമ്മർദ്ദം കൂടുതലായിട്ട് നൽകുകയാണ് എന്ന രീതിയിലത്തേക്കാണോ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഇനി അഥവാ അങ്ങനെയാണ് അദ്ദേഹം അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്കിൽ അത് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഉചിതമായ തീരുമാനമെടുക്കാം എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്പറേഷണൽ ഗൈഡൻസ്, അതല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇങ്ങനെയുള്ള ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഫ്രീ ഹാൻഡ് നൽകൽ നമ്മുടെ സർക്കാർ മറ്റു പല അവസരങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുണവും ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രത്യക്ഷമായിട്ടുള്ള കുറേയധികം ഉദാഹരണങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതിലേറ്റവും രാജ്യവ്യാപകമായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിരുന്ന നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിൽ അറ്റാക്ക് ഉണ്ടാകുന്നു. ആ സമയത്ത് സർക്കാർ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സൈന്യത്തിന് നൽകിയിരുന്നത്? വളരെ കൃത്യമായിട്ട് ഇന്ന രീതിയിലത്തേക്കൊക്കെ ആക്രമിക്കുക എന്നവരോട് പറയുകയായിരുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് നൽകുന്നു എന്ന് തന്നെയാണ്. അന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞിരുന്നത് ഉചിതമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് സൈന്യത്തിനൊരു ഫ്രീ ഹാൻഡ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ, എപ്പോൾ, ഏത് രീതിയിൽ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണം എന്നതെല്ലാം നമ്മുടെ സൈന്യമാണ് തീരുമാനിക്കുക എന്നതിനെക്കുറിച്ചാണ് അന്ന് പറഞ്ഞിരുന്നത്. അതും ഫ്രീ ഹാൻഡ് നൽകൽ തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ 3 സൈനിക വിഭാഗവും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പ്ലാൻ ചെയ്തത്. അതല്ലാതെ കേന്ദ്ര സർക്കാരും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഇരുന്ന് ചാർട്ട് ചെയ്ത് ഇന്നതുപോലെ ആക്രമിക്കൂ എന്ന് അവരോട് പറയുകയായിരുന്നില്ല. മറിച്ച് അവരെ പൂർണ്ണമായി വിശ്വസിച്ച്, നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സൈന്യത്തിന് അവരുടേതായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു ഫ്രീ ഹാൻഡ് തന്നെയാണ് അന്നും നൽകിയിരുന്നത്. അന്നത്തേത് നമുക്ക് അനുകൂലമായ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് അത് കലാശിച്ചു. എന്തെങ്കിലും തരത്തിലുള്ള പരാജയം അഥവാ ഉണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയായിരിക്കും. അതല്ലാതെ ഒരിക്കലും അത് സൈന്യത്തിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പരാജയമോ വിജയമോ ആയി മാറുകയുമില്ല. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു വലിയ വിജയമായി. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് പാകിസ്ഥാൻ ഇപ്പോഴും വിമുക്തമായിട്ടില്ല എന്ന് നമുക്കറിയാം. അത് പിന്നീട് പല മേഖലകളിലേക്ക് വ്യാപിച്ചു. കായിക രംഗത്തൊക്കെ തന്നെ ഇപ്പോൾ ICCയുടെ ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് പോലും പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് കളിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനമെല്ലാം തന്നെ ഈ പഹൽഗാം അറ്റാക്കിനെ തുടർന്ന് നമ്മൾ കൊടുത്തിരുന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള അതിശക്തമായിട്ടുള്ള മറുപടിയാണ് അതിൻ്റെ എല്ലാം കാരണം. അപ്പോൾ അന്ന് സൈന്യത്തിന് ഇത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം നൽകുന്നു. അവർ പാകിസ്ഥാനെ നിലംപരിശാക്കുന്നു. അതിൻ്റെ വിജയം സൈന്യത്തിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും കിട്ടുന്നു. അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും അർഹതപ്പെട്ടത് തന്നെയാണ്. അതിനുള്ള കാരണം ഇവരാരും തന്നെ ഒരു ഡ്രോയിങ് ബോർഡിൽ ഇന്നതുപോലെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ ഓപ്പറേഷണൽ ഗൈഡൻസ് കൊടുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് സൈന്യത്തിനെ വിശ്വസിച്ച് ഈ ചുമതല പൂർണ്ണമായിട്ടും അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിലത്തേക്കുള്ള തീരുമാനമെടുക്കാനായി അവരെ എംപവർ ചെയ്യുന്ന ഒരു ഫ്രീ ഹാൻഡ് നൽകിയത് കൊണ്ടാണ്.
അതുകൊണ്ട് തന്നെ നരവനെ അത് ശരിയായിട്ടാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇനി നരവനെ എഴുതിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി ശരിയായിട്ടാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതൽ ആശങ്കകളുള്ള ഒരു സമയമാണിത്. എന്തായാലും നമ്മുടെ സൈന്യത്തിൻ്റെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, നമ്മുടെ സൈനിക രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും, ഔദ്യോഗികമായിട്ടുള്ള രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ ഒരു ഇൻഫർമേഷനും ഒരു ആർമി ചീഫായിരുന്ന ഒരാൾ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിൽ കോൺട്രവേഴ്സ്യലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വിവരങ്ങളും ഇല്ലാതെ ഇരിക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ ഉറപ്പാക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പുസ്തകം കേന്ദ്ര സർക്കാരാണ് അതിന് ക്ലിയറൻസ് ആവശ്യമുള്ളതനുസരിച്ച് നൽകേണ്ടത്. പക്ഷേ അതിൽ നിന്നുള്ള ഒരു ഭാഗത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന പുൽവാമയിലുണ്ടായിരുന്ന അറ്റാക്ക് പോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചടികൾ കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, സർക്കാർ എന്തോ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു, സർക്കാർ ഇവിടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു, പകരം എല്ലാ ചുമതലയും സൈന്യത്തിനെ മാത്രം ഏൽപ്പിച്ചു എന്നൊക്കെയുള്ള നറേറ്റീവുകൾ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് എന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ INDA സഖ്യത്തിൽ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഒരു പിന്തുണ രാഹുൽ ഗാന്ധിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഈ ഒരു വാദത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അദ്ദേഹത്തെ ഇതിൽ അംഗീകരിക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന, സൈന്യത്തിനെ വിശ്വസിക്കുന്ന നടപടികളിലൊക്കെ തന്നെ പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും അവർക്കുണ്ട് എന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും സർക്കാരിനെ ദേശീയതയുടെ പേരിൽ ആക്രമിക്കുന്ന സമയത്ത് കുറച്ചുകൂടി സോളിഡായിട്ടുള്ള ഇൻഫർമേഷൻ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതല്ലാതെ ഈ ഒരു രീതിയിലത്തേക്ക് മാത്രം ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് അതിനെ ദുർവ്യാഖ്യാനത്തിനുള്ള അവസരമുണ്ടാക്കി ദേശീയതയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെപ്പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്തിരിയേണ്ടതാണ് എന്നത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കക്ഷിരാഷ്ട്രീയത്തിനൊക്കെ മുകളിലാണ് നമ്മുടെ ദേശീയ താല്പര്യം, ദേശസുരക്ഷ, നമ്മുടെ സൈന്യത്തിൻ്റെ സ്ഥാനം എന്നത്. അർപ്പണബോധമുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൈന്യമാണ് നമുക്കുള്ളത്. അത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണെങ്കിലും അത് മാറി നാളെ കോൺഗ്രസ് വന്നാലും മറ്റേത് പാർട്ടി വന്നാലും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ സൈന്യത്തിനെ വിശ്വസിക്കുന്നതും അവർക്ക് പിന്തുണ നൽകുന്നതും. അവർ രാഷ്ട്രീയേതരമായിട്ട് ചിന്തിക്കുന്നു, നമ്മുടെ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിലകൊള്ളുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സിലാക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ. ദേശീയതയുടെ പേരിൽ ഇവിടെ ആശങ്കകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.